ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് 3-4 ബാങ്കിങ് സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്വാർട്ടറുകളൊക്കെ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുകളിലേക്ക് അപ്ഡേറ്റുകൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒന്ന് CSB ബാങ്ക്, യെസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അതേപോലെ തന്നെ HDFC ബാങ്ക്. ഈ ബാങ്കുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ സംസാരിച്ചത്. ആ ബാങ്കുകളൊക്കെ തന്നെ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്ക് കൂടി ഈ ഒരു വീഡിയോയിൽ സംസാരിച്ച് പോകാം. നമുക്ക് ബേസിക് ആയിട്ട് ഇത് ഫുൾ റിസൾട്ട് മാനേജ്മെൻറ്റ് കമൻട്രി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഈ പറഞ്ഞ ലോൺ ബുക്കിലെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെ റിസൾട്ട് വന്നതിന് ശേഷം ബാങ്കുകളിലെല്ലാം നമുക്ക് മൊത്തത്തിൽ നിന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ CSB ബാങ്കിന് നോക്കിയാൽ CSB ബാങ്കിൽ 24% ലോൺ ബുക്കിൻ്റെ ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഡിപ്പോസിറ്റ് നോക്കിയാൽ 26% ഡിപ്പോസിറ്റ് ഗ്രോത്തും വന്നിട്ടുണ്ട്. സോ അവിടെ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്യുന്ന ഏകദേശം 25% ഗ്രോത്താണ് ലോൺ ബുക്കിൽ ഗൈഡ് ചെയ്യുന്നത്. അവിടെ ഏകദേശം 24% ഗ്രോത്താണ് ലോൺ ബുക്കിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ബുക്ക് നോക്കിയാലും ഏകദേശം 26% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളെ കമ്പയർ ചെയ്ത് നോക്കിയാലും മിക്കവാറും ബാങ്കുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ 13-14% ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഈ ഒരു ഇതിൽ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് പ്രോപ്പറായിട്ട് വരുന്നില്ല ഈ ഒരു ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിപ്പോസിറ്റ് ഗ്രോത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് വരും. പക്ഷേ അവിടെയാണെങ്കിൽ പോലും കാസയിൽ ഈ പറയുന്ന പോലത്തെ ഗ്രോത്ത് വരുന്നില്ല. കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ടിൽ ഈ പറയുന്ന ഗ്രോത്ത് വരുന്നില്ല. ബൾക്കായിട്ടുള്ള ഡിപ്പോസിറ്റിലാണ് ഇത്രയും ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസ റേഷ്യോ 20% താഴേക്ക് വന്നിട്ടുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ എന്നാൽ പോലും ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബാങ്കുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ ഇവർക്ക് ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാസ റേഷ്യോ കാര്യം ഞാൻ പറഞ്ഞു 20 താഴേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്, അപ്ഡേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ബാങ്കിൽ നമുക്ക് നിംസിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഈ ഒരു വർഷം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർ ഇത്ര എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിംസിൽ എന്തായാലും ചെറിയ രീതിയിൽ പ്രഷർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലൂടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ തൊട്ടേ നമുക്ക് ഇവരുടെ ഒരു എക്സ്പാൻഷൻ, നിംസിൽ എക്സ്പാൻഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് എല്ലാ ബാങ്കുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ നിംസിലൊക്കെ പ്രഷറുള്ള ഒരു ബാങ്കിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് നല്ല നമ്പേഴ്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് നോക്കാനായിട്ടുള്ളത് വേണമെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് നോക്കാം. അവർക്ക് 20% മുകളിൽ അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 20.6% ആണ് അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഡിപ്പോസിറ്റിലും ഏകദേശം 17% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കാസ റേഷ്യോ നല്ല രീതിയിലുള്ളൊരു ബാങ്കാണ്. ഏകദേശം 49-50%, 51% ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ കാസ റേഷ്യോ എന്ന് പറഞ്ഞാൽ 50% മുകളിൽ അവർക്ക് കാസ റേഷ്യോ കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ റീറ്റെയിൽ ഡിപ്പോസിറ്റ് ഉള്ളൊരു ബാങ്കാണ് IDFC ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തതിന് മുകളിലാണ്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രോഡ് കാര്യങ്ങളൊക്കെ അവരുടെ എംപ്ലോയീസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. സോ അതിൻ്റെ ഈ പറഞ്ഞ ലോസ് കാര്യങ്ങളൊക്കെ ഇവർ കഴിഞ്ഞ ക്വാർട്ടറിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുവേണ്ടി പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ നമുക്കൊരു വേറെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ 20%-ലാണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കിതിലും കൂടുതൽ ഗ്രോ ചെയ്യുന്ന നല്ല ബാങ്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പക്ഷേ എന്നാൽ പോലും ഈ ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള നമ്പർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. IDFC ഫസ്റ്റ് ആണെങ്കിൽ പോലും ലോൺ ബുക്കിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റിലും ഗ്രോത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് തന്നെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അത്യാവശ്യം പ്രൈവറ്റ് ബാങ്കിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കായിട്ട് തന്നെയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തിരുന്ന 17, 18, 19 ആ ഒരു ശതമാനമാണ് അവർ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, മാനേജ്മെൻറ്റ് അതാണ് ഗൈഡ് ചെയ്തിരുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ അവർ ഏകദേശം 27% ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്തിയിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് നല്ല നമ്പറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ പോലും ഡിപ്പോസിറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 13% തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റിൽ എല്ലാ ബാങ്കുകളിലും ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഡിപ്പോസിറ്റിൻ്റെ ഗ്രോത്ത് ലോൺ ബുക്കിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം മിക്കവാറും ബാങ്കുകളിലൊക്കെ നല്ല നമ്പേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ലോൺ ബുക്കിൻ്റെ ഗ്രോത്തിൽ നല്ല നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മേജറായിട്ടുള്ള റീസൺ നോക്കിയാൽ അത് ലോൺ ബുക്കിൽ, പ്രത്യേകിച്ച് ഗോൾഡ് ലോൺ ബുക്കിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് കൊണ്ടാണ് മിക്കവാറും ബാങ്കുകൾ ഈ നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ സെക്ടറിലും കൃത്യമായിട്ട് ഗ്രോത്ത് വരുന്ന ബാങ്കുകളാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയും കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളും ലോൺ ബുക്ക് ഈ പറഞ്ഞ ഗോൾഡിലേക്ക് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് കൊണ്ട് ഈ പറഞ്ഞ ഗോൾഡ് ലോണിൻ്റെ ബുക്ക് കൊണ്ട് മാത്രം ഗ്രോത്ത് വരുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ CSB ബാങ്കിൻ്റെ ആണെങ്കിൽ പോലും അവർ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്, ഗോൾഡ് ലോണിൻ്റെ ബുക്കിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെയാണല്ലോ ഇപ്പോൾ ഏകദേശം 46-47% ഗ്രോത്ത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഗോൾഡ് ലോൺ ബുക്കിൽ നിന്നാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗോൾഡ് ലോൺ ബുക്ക് മാത്രമാണല്ലോ മിക്കവാറും ബാങ്കുകൾക്ക് ഈ പറഞ്ഞ 20-30% ഗ്രോത്ത് കാണിക്കുമ്പോഴും ഗോൾഡ് ലോണിൻ്റെ ഗ്രോത്ത് കൊണ്ട് മാത്രമാണ് അത് വരുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് പിന്നീടുള്ള ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർക്ക് ഈ ഒരു പേസിൽ പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ ഒരു പ്രൈസ് ഈ ഒരു രീതിയിൽ സ്റ്റേബിൾ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഗ്രോത്ത് വരുത്താൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്.
എന്തായാലും ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല നമ്പേഴ്സ് തന്നെയാണ്. 27% എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകൾ പോലും പോസ്റ്റ് ചെയ്യാത്തൊരു നമ്പറാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് വരുന്ന സമയത്ത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് യെസ് ബാങ്കിൽ നോക്കാം. യെസ് ബാങ്ക് നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ സംസാരിച്ചാണ്. അവരുടെ ഈ പറഞ്ഞ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഇനിയിപ്പോൾ ബാങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ 18% മുകളിൽ അവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്തിയിട്ടുണ്ട്. നല്ല നമ്പേഴ്സാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ബുക്ക് നോക്കിയാലും 14% മുകളിൽ ഡിപ്പോസിറ്റ് ബുക്കിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതും നല്ല നമ്പർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 15% 20% ഇടയ്ക്ക് ലോൺ ബുക്കിൽ ഗ്രോത്ത് വരും എന്നുള്ള കാര്യമാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയും അവർ അസറ്റ് ക്വാളിറ്റി അവർക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. കാരണം അവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ വന്നിരുന്നത് അസറ്റ് ക്വാളിറ്റി ഭയങ്കര മോശമായതാണ്. സോ അത് കൃത്യമായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും അതിന് കൂടെ തന്നെ അവർക്ക് ഈ ഒരു ഗ്രോത്ത് ലോൺ ബുക്കിൽ വരുത്താൻ പറ്റിയാൽ അത് നല്ല നമ്പർ തന്നെയാണ്. നമുക്ക് എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാസ റേഷ്യോ ഒക്കെ 32% ഉണ്ട് അവർക്ക് ഇപ്പോഴും. സോ അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ കാസ റേഷ്യോ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ ബാങ്ക് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ കാസ റേഷ്യോ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള കുഴപ്പമില്ലാത്തല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള നമ്പേഴ്സാണ് ബാങ്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് HDFC ബാങ്കോട് സംസാരിച്ച് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. HDFC ബാങ്കിൻ്റെ ലോൺ ബുക്കിൽ ഗ്രോത്ത് 15% ലോൺ ബുക്ക് ഗ്രോത്തും അതുപോലെ തന്നെ 14% ഡിപ്പോസിറ്റ് ബുക്ക് ഗ്രോത്തും വന്നിട്ടുണ്ട്. കാസ റേഷ്യോ അറൗണ്ട് 32% ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പേഴ്സാണ്. ഈ ഒരു ബാങ്കുകളെല്ലാം സംസാരിച്ചതിൽ ഏറ്റവും കുറവ് ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന HDFC ബാങ്കാണ്. ഞാൻ പറഞ്ഞില്ല അവരുടെ ലോൺ ബുക്കും വളരെ വലുതാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ലോൺ ബുക്ക് അത്യാവശ്യം വലുതാണ്. അതിനൊക്കെ വലുതാണ് നമ്മൾ ഈ പറഞ്ഞ HDFC ബാങ്ക് എന്ന് പറയുമ്പോൾ. പക്ഷേ അതുപോലെ 15% ഗ്രോത്ത് അവർക്ക് വരുത്താനായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബാങ്കിങ് സെക്ടറിൽ നോക്കിയാൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിൽ നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 15% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിലൊക്കെ കടിച്ചു നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് ഒരുപാട് നല്ല ബാങ്കുകൾ നല്ല ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന അസറ്റ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഡിപ്പോസിറ്റ് ബുക്കിലൊക്കെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് ഞാൻ പറയില്ലേ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 15-16% ഗ്രോത്ത് നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും HDFC ബാങ്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ബാങ്കുകളെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും ഇനിയിപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബാങ്കുകളും ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പിന്നെ നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും അങ്ങനത്തെ എല്ലാ ബാങ്കുകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.